ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ബ്രൂണോ ദ പപ്പി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ബ്രൂണോ ദ പപ്പി എന്നുള്ള പാഠം വായിച്ചല്ലോ, അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് കാണുമല്ലോ. ആർക്കെങ്കിലും ആ പാട്ടിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ക്ലാസ് ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബ്രൂണോ ദ പപ്പിയിലെ 4ാമത്തെ വീഡിയോ ആണത്. നമ്മൾ ഓൾറെഡി ബ്രൂണോ ദ പപ്പിയുടെ 3 ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്രൂണോ ദ പപ്പി എന്ന പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്. യൂണിറ്റ് ടെസ്റ്റ് അപ്പൊ നമുക്ക് ടോട്ടൽ മാർക്ക് 50 മാർക്കിനാണ്, 50 മാർക്സ് ആണ് കേട്ടോ. 2 മണിക്കൂറാണ് സമയം. അപ്പൊ നമുക്ക് യൂണിറ്റ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എന്താണ് ആദ്യത്തെ ആക്ടിവിറ്റി? ആക്ടിവിറ്റി 1, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വേർഡ്സ് ദാറ്റ് എൻഡ് ഇൻ ദ സെയിം സൗണ്ട്. റൈമിംഗ് വേർഡ്സ്, അതായത് നമ്മളിവിടെ കുറച്ച് വേർഡ്സ് നമുക്ക് തന്നിട്ടില്ലേ. 4 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ക്യാറ്റ്, ബാറ്റ്, പിന്നെ 2 വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ സ്പെല്ലിംഗ് ആണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്ന അതിന്റെ സൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് ക്യാറ്റ്, ബാറ്റ് കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ഉള്ള റൈമിംഗ് വേർഡ്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ ബ്ലാങ്ക് ആയിട്ടുള്ളത് കണ്ടോ, ഈ വരകൾ കണ്ടില്ലേ, ഇവിടെ ഫിൽ ചെയ്യാനാണ്. ഫിൽ ചെയ്യേണ്ടത് എന്താന്നുള്ള ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ 1ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ ആണ് ഇത്. ഇവിടെ എന്താ പറയുന്നത്? ബ്രൂണോ ഗോ ആൻഡ് നമ്മുടെ സച്ചിൻ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട് അല്ലേ. ബ്രൂണോ ഗോ ആൻഡ് നമ്മുടെ സച്ചിൻ ബ്രൂണോനോട് എന്താ പറയണത്? ടച്ച് ദ ബോൾ ആണോ, ബ്രിങ് ദ ബോൾ ആണോ, ഫെച്ച് ദ ബോൾ ആണോ? അപ്പൊ ഇവിടെ ഉണ്ട്, ആൻസർ ഉണ്ട്. അത് അവിടെ എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. ഇല്ല, ഏതാണോ ഉത്തരം അത് ഇവിടെ എഴുതുക. അടുത്തത് ഇവിടെ എന്താ, ബ്രൂണോന്റെ അടുത്ത് ബ്രൂണോ ബോൾ എടുത്തു തന്നപ്പോ നമ്മുടെ സച്ചിൻ പറയാണ്, വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ, നീ എന്റെ ആരാണ്? ബ്രദർ, ബെസ്റ്റ് ഫ്രണ്ട്, സിസ്റ്റർ. ഇതിൽ ഏതാ ഉത്തരം അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ ഇത് ആരൊക്കെയാ നിങ്ങൾക്ക് ചിത്രം നോക്കിയപ്പോ മനസ്സിലായി കാണുമല്ലോ. ഇതാരാ? സച്ചിൻ. ഇതാരാ? ബ്രൂണോ. അപ്പൊ ഈ സച്ചിന്റെയും ബ്രൂണോന്റെയും 3 സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മള് ആരാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്? സച്ചിൻ. അപ്പൊ ഇവിടെ 3 വരിയിലും ഒരേ ഉത്തരം തന്നെയാണ്, ഇവിടെ 3 വരിയിലും ഒരേ ഉത്തരം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആരാ കളിക്കുന്നത്? സച്ചിൻ. സച്ചിൻ എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. സച്ചിൻ ഇസ് എ സ്മോൾ ബോയ്. അപ്പൊ ഇവിടെ 3ലും സച്ചിൻ ആണ് വരിക. ഇതാരാ? നമ്മുടെ ബ്രൂണോയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? ബ്രൂണോ. ബ്രൂണോനെ കുറിച്ചാണ് ഈ 3 വരികളും. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 4, പിക്ചർ റീഡിംഗ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ക്യാൻ യു സേ വാട്ട് ആർ ദർ ഇൻ ദ പിക്ചർ? അപ്പൊ ഇവിടെ നോക്കൂ, ഈ ചിത്രം കണ്ടില്ലേ? നമ്മുടെ ബ്രൂണോ ദ പപ്പിയിലെ ഫസ്റ്റ് പേജിലുള്ള ചിത്രമാണ് അല്ലെ. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അതാണ് ഇവിടെ എഴുതുന്നത്. 4 എണ്ണം ഇവിടെ നമ്മൾ 3 എണ്ണം എഴുതിയിട്ടുണ്ട്, 4 എണ്ണം എഴുതുക. സച്ചിൻ, ബ്രൂണോ, ബോൾ, ഇത് 3 എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ആ വേർഡ്സ് എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മുടെ 5ാമത്തെ ചോദ്യം, നമ്മുടെ 5th ആക്ടിവിറ്റി ആണ്. ലെറ്റ്സ് കംപ്ലീറ്റ്. വാട്ട് ഡിഡ് ബ്രൂണോ ഡു ഇൻ ദ പാർക്ക്? ബ്രൂണോ പാർക്കിൽ എന്തൊക്കെയാണ് ചെയ്തത് അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ പാർക്കിലുള്ള സാധനങ്ങളാണ് ഇവിടെ കേട്ടോ. പാർക്കിൽ എന്തൊക്കെ കണ്ടത് ബ്രൂണോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിങ്, സ്ലൈഡ്, ഗ്രാസ്, ക്ലൈംബർ, ബെഞ്ച്. അല്ലെ ബ്രൂണോ എന്താണ് ഈ ഓരോന്നിലും ചെയ്തത്? സ്വിങ്ങിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്രൂണോ സെറ്റ് ഓൺ ദ സ്വിങ്. അടുത്തത് സ്ലൈഡിൽ എന്ത് ചെയ്തു? ഗ്രാസിൽ എന്ത് ചെയ്തു? ക്ലൈംബറിലും ബെഞ്ചിലും. അതാണ് ഈ വരികളിൽ എഴുതേണ്ടത്. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തത് ആക്ടിവിറ്റി 6, കോൺവെർസേഷൻ. കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ദി ബോയ്. സച്ചിൻ ബ്രൂണോനെ കാണാതെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു ബോയെ കാണുന്നുണ്ട് അല്ലെ. ആ ബോയിന്റെ അടുത്ത് ബ്രൂണോനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഭാഗമില്ലേ, അതാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കോൺവെർസേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സച്ചിൻ ബോയോട് ചോദിക്കുകയാണ്. സച്ചിൻ ഇവിടെ ബോയ്. സച്ചിൻ ചോദിക്കുകയാണ്, ഡിഡ് യു, എന്താ ചോദിച്ചതെന്ന് മനസ്സിലായല്ലോ? ഡിഡ് യു. ബാക്കി എഴുതുക. ബോയ് ആൻസർ കൊടുക്കുന്നുണ്ട്, യെസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സച്ചിൻ എന്ത് പറഞ്ഞു? ഈ സിറ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ദാറ്റ് വേ, ബോയ് പറയാണ് ദാറ്റ് വേ. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസുകൾ തന്നെയാണ് കേട്ടോ. സച്ചിനും ബോയും നമ്മൾ ആ കോൺവെർസേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാനൊന്നും അല്ല പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വരികൾ തന്നെയാണിത്. അപ്പൊ സച്ചിനും ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് ആക്ടിവിറ്റി 7. ലെറ്റ്സ് റീഡ് ആൻഡ് റൈറ്റ്. ഇത് ബലൂൺ ആണ് കേട്ടോ. ഇത് ഒരു ഫ്ലവർ ബലൂണും ഇതെന്താ, ഇത് ഫ്ലവർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇത് ഫ്ലവർ ബലൂൺ ആണ്. അപ്പൊ ഈ ഫ്ലവർ ബലൂണിനെ കുറിച്ച് 3 സെന്റൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്താ, ബലൂൺ. അപ്പൊ എ ബലൂൺ, ഒരു ബലൂൺ അല്ലേ, അപ്പൊ എ ബലൂൺ. ഇത് എന്ത് ബലൂണാ, എ ഫ്ലവർ ബലൂൺ. ഇത് എങ്ങനെയാ കാണാൻ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ബലൂൺ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതെന്താ നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ അല്ലെ. ഇതെന്താ, ഫ്ലവർ ആണോ, അല്ല, ബട്ടർഫ്ലൈ. അപ്പൊ നമ്മൾ ഫ്ലവർ എന്ന് എഴുതിയിടത്തൊക്കെ എന്ത് എഴുതണം, ബട്ടർഫ്ലൈ എന്ന് വെച്ചിട്ട് 3 സെന്റൻസുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ എഴുതിയ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, 3 സെന്റൻസുകൾ എഴുതുക. ഫ്ലവർ അല്ല ഇവിടെ എഴുതേണ്ടത്, എന്ത് ബലൂണാണ്, ബട്ടർഫ്ലൈ ബലൂൺ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 7, 7ാമത്തെ ആക്ടിവിറ്റി ആണത്. അടുത്ത നമ്മുടെ 8ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദി വേർഡ് വെബ്. നമ്മൾ മലയാളത്തിൽ പദസൂര്യൻ എന്നൊക്കെ പറയും അല്ലെ, അതാണ് ഇംഗ്ലീഷിൽ വേർഡ് വെബ് എന്ന് പറയുന്നത്. വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തിനെ കുറിച്ചുള്ള വേർഡ് വെബ്, അത് പാർക്കിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ പാർക്കിൽ ഉള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ. സ്വിങ്, സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചില്ലേ. അങ്ങനെയുള്ള ഏതെങ്കിലും പാർക്കിൽ കാണുന്ന ഏതെങ്കിലും 5 ഐറ്റത്തിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്, ഈ വേർഡ് വെബിൽ എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ പാർക്കിനെ കുറിച്ചുള്ള വേർഡ് വെബ് ആണ് നമ്മുടെ ആക്ടിവിറ്റി 8. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ചെയ്യില്ലേ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാർക്കിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമ്മൾ പാഠത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ബ്രൂണോ കണ്ടതും ബ്രൂണോ പാർക്കിൽ കളിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്തിലുണ്ട്. പാർക്കിലുള്ള ഓരോ ഐറ്റത്തിന്റെ പേരും ഉണ്ട്. അടുത്തത് ആക്ടിവിറ്റി 9, ഒരു കോൺവെർസേഷൻ ആണ്. ഇത്രയും വരികളൊക്കെ കണ്ടിട്ട് എന്താ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട, വളരെ ചെറിയ ചോദ്യമാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ബലൂൺ മാൻ. നമ്മുടെ സച്ചിനും ബലൂൺ മാനും തമ്മിലുള്ള കോൺവെർസേഷൻ വെച്ചാൽ സംഭാഷണം ആണ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് എഴുതുമൊന്നും വേണ്ട, ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇവിടെ സച്ചിൻ ബലൂൺ മാനോട് ചോദിക്കുന്നത്, ഈ വരികളെല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സച്ചിൻ ബലൂൺ മാനോട് ചോദിക്കുകയാണ്, ബലൂൺ മാൻ എന്നിട്ട് എന്തോ ചോദിക്കുകയാണ് അല്ലെ. അതാണ് ഇവിടെ ഒരു എന്താണ്, ഒരു വരയുണ്ട്. ബലൂൺ മാൻ അപ്പൊ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാസ് ഇറ്റ് യുവർ ഡാഷ്. അപ്പൊ സച്ചിൻ സോറി അങ്കിൾ, ബലൂൺ മാൻ എന്തോ പറഞ്ഞു. അപ്പൊ സച്ചിൻ സോറി ആണ് പറയുന്നത്. എന്താന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ബലൂൺ മാൻ എന്തായിരിക്കും പറഞ്ഞത്, ബലൂൺ മാന്റെ ഒരു ബലൂണ് നമ്മുടെ ബ്രൂണോ പൊട്ടിച്ചു അല്ലെ, അത് പറയുകയാണ് സച്ചിനോട് പറഞ്ഞപ്പോ സച്ചിൻ സോറി പറഞ്ഞിട്ട് അതിന്റെ കാശ് ഞാൻ പേ ചെയ്യാന്ന് പറയുകയാണ് അല്ലെ. അതിന് എത്ര രൂപയാണോ ഞാൻ തരാമെന്ന് സച്ചിൻ പറയുന്നുണ്ട്. ബലൂൺ മാൻ അത് വേണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ സച്ചിൻ എന്താ പറയുന്നത്, വേർ ഇസ് ദ, അപ്പൊ എന്നിട്ട് ബലൂൺ മാൻ പറയുന്നുണ്ട് പപ്പി എവിടെ പോയതാണെന്നുള്ളത് പറയുന്നുണ്ട്. വേർ ഇസ് ദ വെജിറ്റബിൾ ഷോപ്പ് എന്ന് സച്ചിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബലൂൺ മാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സച്ചിൻ താങ്ക് യു അങ്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സച്ചിനും ബലൂൺ മാനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ദി ബലൂൺ മാൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ തെറ്റുകൂടാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ എഴുതാൻ നോക്കുക. ഇതെല്ലാത്തിന്റെ വരികളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസുകൾ തന്നെയാണ്. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി 10, ആഡ് മോർ ലൈൻസ്. അപ്പൊ എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ് വെച്ചാൽ വരികൾ എഴുതി ചേർക്കുക. ഏതെങ്കിലും ഒരു ചെറിയൊരു 4 വരി പോയം എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അത് നമ്മളൊരു 2-3 വരി നമ്മുടെ എഴുതി ചേർക്കാൻ പറയും. അതാണ് ആഡ് മോർ ലൈൻസ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ബലൂൺസിന്റെ ഒരു പോയമാണ് കേട്ടോ തന്നിരിക്കുന്നത്. ബലൂൺസിന്റെ 3 വരി പോയമാണിത്. അപ്പൊ ഇവിടെ ബലൂൺസിന്റെ ഒരു പോയാണ്. അപ്പൊ ഇതുപോലെ 3 വരികൾ ബലൂണിൽ ഇതേപോലത്തെ 3 വരികളാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. റെഡ്, യെല്ലോ, ബ്ലൂ ബലൂൺസ്, റൗണ്ട് ആൻഡ് ലോങ് ബലൂൺസ്, ബലൂൺസ് ബലൂൺസ് ബലൂൺസ്. അപ്പൊ ഈ 3ാമത്തെ വരിക്ക് മാറ്റമൊന്നുമില്ല. 3ാമത്തെ വരി അങ്ങനെ 3ാമത് എടുത്ത് എഴുതുക. ഈ കളേഴ്സ് ഒക്കെ മാറ്റി കൊടുക്കുക. റൗണ്ട്, ലോങ് എന്നുള്ളതൊക്കെ മാറ്റി കൊടുക്കാം. അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ മാത്രം ചേഞ്ച് ചെയ്തിട്ട് ബാക്കി അങ്ങനെ അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. ആഡ് മോർ ലൈൻസ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുക. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 10. നമ്മുടെ ആക്ടിവിറ്റി 11, റിഡിൽസ്. ഇപ്പൊ കടങ്കഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. കുറെ വെജിറ്റബിൾസിനെ കുറിച്ചുള്ള കടങ്കഥകളൊക്കെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതേപോലത്തെ കടങ്കഥ തന്നെയാണ് ഇവിടെ. 2 റിഡിൽസ് തന്നിട്ടുണ്ട്. അതിന് ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. ഇതേപോലെ ഒരു റിഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു വെജിറ്റബിളിനെ കുറിച്ചുള്ള റിഡിലാണ് ഉണ്ടാക്കേണ്ടത്. ഇത് 2 വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇറ്റ്സ് കളർ ഇസ് ഓറഞ്ച്, റാബിറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് സ്വീറ്റ്. ഉത്തരം അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ റിഡിൽ തന്നെയാണ്. അടുത്തത് ഇറ്റ്സ് റൗണ്ട് ഈസ്, ഇതെന്താ ഓറഞ്ച് കളറിലെ വെജിറ്റബിൾ ആണ്. റാബിറ്റ്സ് മുയലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ് ആണ്. അടുത്തത് ഇറ്റ്സ് റൗണ്ട്, ഇറ്റ്സ് ബീക്ക്, ഇറ്റ് ലുക്ക് ലൈക്ക് എ ഫുട്ബോൾ. റൗണ്ട് ആണ്, വലുതാണ്, ഫുട്ബോൾ പോലെ ഉണ്ടാകും, കാണാൻ ഫുട്ബോൾ പോലെയുള്ള വെജിറ്റബിൾ. അപ്പൊ ഇത് 2 വെജിറ്റബിൾ ആണ്. പച്ചക്കറിയെ കുറിച്ചുള്ള റിഡിലാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു പച്ചക്കറിയെ കുറിച്ച് ഏതെങ്കിലും വെജിറ്റബിളിനെ കുറിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, റിഡിൽ ഉണ്ടാക്കുക. ഒരു 3 ലൈൻസ് എഴുതിയിട്ട് അതിന്റെ പേര് കൂടെ എഴുതണം. നമ്മുടെ ആക്ടിവിറ്റി 11 ആണിത്. നമ്മുടെ ആക്ടിവിറ്റി 12, നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. മൊത്തം
നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൽ 12 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഡ്രോ ആൻഡ് റൈറ്റ്. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് വെജിറ്റബിൾ? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ഏതാണ്? ഡ്രോ യുവർ ഫേവറേറ്റ് വെജിറ്റബിൾ. Write a few sentences about it. Don't forget to write its name. അതിനുള്ള സ്പേസ് ആണ്, അതിനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഈ കാണുന്ന കോളത്തിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പച്ചക്കറി എന്ത് ചെയ്യുക, ഇവിടെ വരയ്ക്കുക. അത് ഏത് വെജിറ്റബിൾ ആണ്, അതിന്റെ പേര് എന്ത് ചെയ്യണം, അതിന്റെ നെയിം ഇവിടെ എഴുതണം. ആ വെജിറ്റബിളെ കുറിച്ചിട്ട് 3 സെന്റൻസുകൾ എന്ത് ചെയ്യുക, എഴുതുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി 12 കംപ്ലീറ്റ് ആവും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. നമ്മൾ വെജിറ്റബിളെ കുറിച്ച് വരയ്ക്കാനും അതിനെ കുറിച്ച് 3 സെന്റൻസ് എഴുതുന്ന പ്രവർത്തനം നമുക്ക് യൂണിറ്റ് 1 ഉണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളിനെ വരച്ചിട്ട് അതിന്റെ പേരും എഴുതി അതിനെക്കുറിച്ച് 3 സെന്റൻസുകളും എഴുതുക. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി 1 തൊട്ട് 12 വരെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പാഠം ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കുക. നമ്മുടെ റീഡിംഗ് വീഡിയോ ഉണ്ട്, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതേപോലെ നമ്മുടെ ആക്ടിവിറ്റീസിന്റെയും പ്രൊജക്ടിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ യൂണിറ്റ് ടെസ്റ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയുണ്ട്. അതുപോലെ കോൺവെർസേഷൻ ആയിക്കോട്ടെ, റിഡിൽസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായല്ലോ. നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് എല്ലാ കൂട്ടുകാരും അറ്റൻഡ് ചെയ്ത് നോക്കുക. യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്